അപ്പോൾ ഞാനിന്ന് എടുക്കാൻ പോകുന്നത് കേസ് സ്റ്റഡി മെത്തേഡാണ്. മെത്തേഡ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്ന ടോപ്പിക്കിൽ. അപ്പോൾ എംപെരിക്കൽ സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുമ്പോൾ നമുക്കതിനെ ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻടു 2 ടൈപ്സ് ആണ്. ഒന്നാമത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ മെത്തേഡും രണ്ടാമത്തത് കേസ് സ്റ്റഡി അപ്രോച്ചുമാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറീസസ് എന്ന് പറയുന്നത് ബേസ് ചെയ്യുന്നത് ലാർജ് സ്കെയിൽ കളക്ഷൻ ഓഫ് ഫാക്ട് ഓർ കേസസ് ആണ്. കേസ് സ്റ്റഡി അപ്രോച്ച് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് നമ്മൾ ഫ്യൂർ കേസസുകൾ മാത്രമാണ് കമ്പാരിറ്റീവ്ലി സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോൾ വെരി സ്മോൾ നമ്പർ ഓഫ് കേസസുകളായിരിക്കാം ഓർ ഈവൻ സിംഗിൾ കേസസുകളും ആവാം എന്നുള്ളതാണ്. അപ്പോൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ ഒരു സോഷ്യൽ യൂണിറ്റിൻ്റെ ലൈഫിനെ എക്സ്പ്ലോർ ചെയ്യുക, അതുപോലെ തന്നെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ സോഷ്യൽ യൂണിറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പേഴ്സൺ ആവാം, ഒരു ഫാമിലി ആവാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഈവൻ കമ്മ്യൂണിറ്റിയും ആവാം എന്നുള്ളതാണ്. അപ്പോൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് കുറച്ചും കൂടിയും അതിൻ്റെ ഇൻറ്റൻസീവ് ഇൻ നേച്ചറാണ്. നമ്മളിപ്പോൾ ഒരാളെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാളെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അയാളുടെ കുറച്ചും കൂടിയും ആദ്യം പരിചയപ്പെടാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അയാളുടെ ബിഹേവിയർ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അയാൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, അയാളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ചും കൂടിയും അയാൾ ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു പേഴ്സണെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ കുറിച്ചോ ഒക്കെ നമ്മൾ കുറച്ചും കൂടിയും സമഗ്രമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും, കേസ് സ്റ്റഡി നടത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഇൻഫർമേഷൻസുകളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ അനാലിസിസുകൾ നടത്തുന്നുണ്ട്. സോ അത് ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയാണ് ബേസിക്കലി അതിൽ വരുന്നത്. സോ അതിൻ്റെ എക്സ്പ്ലോറേറ്ററി സ്റ്റഡീസിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു റിസർച്ച് ഡിസൈൻ കൂടിയാണ് നമ്മുടെ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഫിനോമിനന് കാരണമാവുന്ന കോസസുകൾ എന്തൊക്കെയാണ്, ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കേസ് സ്റ്റഡി നടത്തുന്നതിലൂടെ കുറച്ചും കൂടിയും വ്യക്തമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത് അതൊരു ടെക്നിക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു അപ്രോച്ചായിരിക്കാം, സോഷ്യൽ റിയാലിറ്റിയിലേക്കുള്ള ഒരു ടെക്നിക്ക് ഓർ അപ്രോച്ചാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ചൂസൺ യൂണിറ്റിൻ്റെ ബേസിസിൽ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും, ഡാറ്റാസുകൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ നമ്മളൊരു ഏത് സോഷ്യൽ ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടാണോ നമ്മൾ സ്റ്റഡി നടത്താനായിട്ട് പോകുന്നത് അതിൻ്റെ ഒരു യുണൈറ്ററി ക്യാരക്ടർ അതിനെ ചെയ്യുന്നുണ്ടായിരിക്കും, ആ സോഷ്യൽ യൂണിറ്റിൻ്റെ യുണൈറ്ററി ക്യാരക്ടറിനെ നമ്മളെപ്പോഴും അതിൻ്റെ ഒരു യുണൈറ്ററി ക്യാരക്ടറിനെ നമ്മളെപ്പോഴും പെർസീവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ സംരക്ഷിച്ച് വെക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എംപെരിക്കൽ സോഷ്യൽ സയൻസ് റിസർച്ചിൻ്റെ അകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസർച്ച് മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇനി ഹൗ ടു ഡു എ കേസ് സ്റ്റഡി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ കേസ് സ്റ്റഡി മെത്തേഡിൻ്റെ അകത്തെന്ന് വെച്ചാൽ നമുക്ക് പലതരത്തിലുള്ള ഡാറ്റാസുകൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല ഡാറ്റ ടെക്നിക്സുകൾ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് ഡെപ്ത് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അതിൽ വരുന്നൊരു ടെക്നിക്കാണ്. അപ്പോൾ റെസ്പോണ്ടൻറ്റിനോട് ചോദിക്കുന്നുണ്ട്, അതായത് അയാളുടെ ലൈഫിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ. അതിപ്പോൾ പാസ്റ്റ് ടു ദി പ്രസൻ്റ് ആവാം, അല്ലെങ്കിൽ ഫ്രം പ്രസൻറ്റ് ടു ദി പാസ്റ്റ് ആയിരിക്കാം. അപ്പോൾ ഡാറ്റ ടെക്നിക്സുകൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഡെപ്ത് ഇൻ്റർവ്യൂ മാത്രമല്ല അല്ലാത്ത പലതരത്തിലുള്ള ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കേസ് സ്റ്റഡി മെത്തേഡിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ചർ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫിൽ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസുകൾ കടന്നു പോകുന്നുണ്ടായിരിക്കും ഓരോരുത്തരുടെ ലൈഫിലും. അപ്പോൾ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസുകളും ഓരോ വ്യക്തികളെയും പലതരത്തിലായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ്. പല രീതിയിൽ ഒരാളെ അതിപ്പോൾ അയാളുടെ എക്സ്പീരിയൻസസ് ആയിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് മറ്റുള്ളവരിൽ നിന്നും അയാൾ ഒബ്സർവ് ചെയ്യുന്ന പല കാര്യങ്ങളായിരിക്കാം. അങ്ങനെ പല സംഭവങ്ങൾ ഒരാളുടെ ലൈഫിനെ
വളരെയധികം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതും പല പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസുകളിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഡാറ്റാസുകൾ കളക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്രൊണോളജിക്കൽ ഓർഡറിലായിരിക്കും. കാരണം നമ്മൾ പറഞ്ഞല്ലോ, അതായത് ചിലപ്പോൾ ഇൻ്റർവ്യൂവർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, റെസ്പോണ്ടൻറ്റിനോട് ചിലപ്പോൾ അയാളുടെ പാസ്റ്റ് ടു ദ പ്രസൻറ്റ് ഡാറ്റാസുകളായിരിക്കും കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ തിരിച്ചും പ്രസൻറ്റ് ടു ദി പാസ്റ്റ്. അപ്പോൾ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കേസ് സ്റ്റഡി മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ ഡാറ്റാസുകൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്ത് തുടങ്ങുന്നത് എവിടെ നിന്ന് മുതലായിരിക്കും, അതായത് ആ റെസ്പോണ്ടൻറ്റിൻ്റെ ചൈൽഡ്ഹുഡ് മുതലാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പല പല സ്റ്റേജസുകൾ അയാൾ കടന്നു വരുന്നുണ്ടായിരിക്കുമല്ലോ. ചൈൽഡ്ഹുഡ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ വരുന്ന പല പല സിറ്റുവേഷൻസുകളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ സിറ്റുവേഷൻസുകളും അയാളുടെ ലൈഫിൽ പല രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ അറിയാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കേസ് സ്റ്റഡിയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തത് ഫോളോയിങ് ഫാക്ടേഴ്സ് കം അപ്പ് ഫോർ സ്റ്റഡി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേന്ന് വെച്ചാൽ റെസ്പോണ്ടൻറ്റിൻ്റെ റിലേഷൻഷിപ്പാണ്, അതായത് അയാളുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സുമായിട്ട്. രണ്ടാമത്തേന്ന് വെച്ചാൽ അയാളുടെ ഒപ്പീനിയൻ, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, അഡ്ജസ്റ്റ്മെൻറ്റ് വിത്ത് ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് സൊസൈറ്റി ആൻഡ് ദെയർ ഇൻഫ്ലുവൻസ് ആണ്. മൂന്നാമത്തേന്ന് വെച്ചാൽ റെസ്പോണ്ടൻറ്റിൻ്റെ എക്സ്പീരിയൻസ് ആണ്, സ്കൂളിൽ നിന്നും റിലീജിയസ് ഗ്രൂപ്പിൽ നിന്നും ഫ്രണ്ട് സർക്കിൾസിൽ നിന്നും, അതുപോലെ തന്നെ അവരുടെ ഇൻഫ്ലുവൻസ്, അതൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസുകളും അതുപോലെ തന്നെ ഈവൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് പാസ്റ്റ് ലൈഫ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, റിസർച്ചർക്ക് റീകൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഓരോരുത്തരുടെയും പ്രസൻറ്റ് ബിഹേവിയറൽ പാറ്റേൺസുകൾ വെച്ചിട്ട്. അപ്പം ഇപ്പം ഇൻഡിവിജ്വൽസിനെ കൂടാതെ ഇപ്പം അയാളുടെ സോഷ്യൽ ഫ്രണ്ട്സിനെയും സ്കൂൾ ടീച്ചേഴ്സിനെയും ഫാമിലി മെമ്പേഴ്സിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഇൻ്റർവ്യൂ നടത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവേഷൻ മെത്തേഡും നമുക്ക് കേസ് സ്റ്റഡി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ലെറ്റേഴ്സ്, അതുപോലെ തന്നെ ഡയറീസുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളിലെല്ലാം നമ്മൾ പലതരത്തിലുള്ള ഇൻഫർമേഷൻസുകളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ കേസ് സ്റ്റഡി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പറയുന്നത്, ഒരു റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേഴ്സണെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റഡിക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് എസെൻഷ്യലി എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പല മാസ് ഓഫ് ഫാക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ അതിൽ നിന്നും നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് എസെൻഷ്യലി ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, സെലക്ട് ചെയ്യുന്നുള്ളൂ. അതാണ് നമ്മൾ കേസ് സ്റ്റഡിയുടെ ഒരു ഫീച്ചറായിട്ട് പറഞ്ഞത്. കാരണം കേസ് സ്റ്റഡി എന്ന് പറയുന്നത് സ്മോൾ നമ്പർ ഓഫ് കേസസുകളും ആയിരിക്കും. അതുമാത്രമല്ല ഇൻറ്റൻസീവ് ഇൻ നേച്ചറാണെന്നും കൂടി നമ്മൾ പറഞ്ഞു. അതായത് നമ്മൾ പഠിക്കുന്ന കാര്യം വളരെ ഡെപ്തായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അതിനെക്കുറിച്ചിട്ട് നമ്മൾ അറിയുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പം കാരണം ഓരോരുത്തരുടെ ലൈഫിലുണ്ടാവുന്ന എക്സ്പീരിയൻസസുകളും അതുപോലെ തന്നെ ഈവൻസുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഓരോരുത്തരുടെ ബിഹേവിയറൽ പാറ്റേണിൽ പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റുകളും അതുപോലെ തന്നെ അവരൊന്നുകൂടിയും റീകൺസ്ട്രക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോരുത്തരുടെ ലൈഫിലുണ്ടാവുന്ന എക്സ്പീരിയൻസസുകളും ഈവൻസുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി സോഴ്സസ് ഓഫ് കേസ് സ്റ്റഡി എന്തൊക്കെയാണെന്ന് നോക്കാം. 2 സോഴ്സസുകളാണ് ഉള്ളത്. ഒന്നാമത്തേത് പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് ആണ്, രണ്ടാമത്തേത് ലൈഫ് ഹിസ്റ്ററി ആണ്. അപ്പോൾ അതിൽ പേഴ്സണൽ ഡോക്യുമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഡയറീസുകൾ ഒക്കെ കീപ്പ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അതുപോലെ മെമ്മറീസുകളും ഓട്ടോബയോഗ്രാഫീസും ഒക്കെ എഴുതുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഈ പേഴ്സണൽ ഡോക്യുമെൻറ്റ്സുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അവർ ഇപ്പോൾ എന്തെങ്കിലും റിമാർക്കബിളായിട്ടുള്ള ഈവൻറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും റിമാർക്കബിളായിട്ടുള്ള ഇവൻറ്റുകൾ.
അതുപോലെ തന്നെ അതിനോടുള്ള അവരുടെ റിയാക്ഷൻസുകളും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അവർ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. അപ്പം ഈ പേഴ്സണൽ ഡോക്യുമെൻറ്റിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റീനെ കുറിച്ചിട്ട് നമുക്ക് സ്റ്റഡി നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ അവരുടെ സോഷ്യൽ റിലേഷൻസിനെ കുറിച്ചും ഫിലോസഫി ഓഫ് ലൈഫിനെ കുറിച്ചുമൊക്കെ സ്റ്റഡി നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റൈറ്റർക്ക് അയാളുടെ പേഴ്സണാലിറ്റീനെ കുറിച്ചിട്ട് അറിയാനായിട്ട് ഈ ഡോക്യുമെൻറ്റ്സുകളൊക്കെ, പേഴ്സണൽ ഡോക്യുമെൻറ്റ്സുകളൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു പേഴ്സണൽ ഡയറീൻ്റെ അകത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള അവരുടെ സീക്രട്സുകളൊക്കെ ചിലപ്പോൾ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. ദെൻ രണ്ടാമത്തേതെന്ന് പറയുന്നത് ലൈഫ് ഹിസ്റ്ററിയാണ്. അപ്പോൾ ലൈഫ് ഹിസ്റ്ററി എന്ന് പറയുന്നതും കേസ് സ്റ്റഡിയുടെ ഒരു സോഴ്സ് തന്നെയാണ്. അപ്പോൾ ഇൻ്റർവ്യൂസുകൾ നമ്മൾ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻ്റർവ്യൂസുകൾ നടത്തുമ്പോൾ ഓരോരുത്തരുടെ ലൈഫ് ഹിസ്റ്ററീനെ കുറിച്ചിട്ടും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതായത് കേസ് സ്റ്റഡി മെത്തേഡിനെ സഹായിക്കുന്ന വേറെയും പലതരത്തിലുള്ള സോഴ്സസുകൾ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നതാണ് ബുക്സ്, അതുപോലെ മാഗസീൻസ്, അതുപോലെ ലിറ്ററേച്ചർ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്സ്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ. അപ്പോൾ അതെല്ലാം നമ്മളൊരു കേസ് സ്റ്റഡി നടത്തുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സസുകൾ തന്നെയാണ്. അപ്പോൾ പേഴ്സണൽ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ ലൈഫ് ഹിസ്റ്ററി മാത്രമല്ല, അതുകൂടാണ്ട് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമുക്ക് കേസ് സ്റ്റഡി നടത്തുമ്പോൾ സോഴ്സസുകളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇപ്പോൾ ലൈഫ് ഹിസ്റ്ററീനെ കുറിച്ചിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റെസ്പോണ്ടൻറ്റിൻ്റെ ലൈഫിൽ പലതരത്തിലുള്ള ഈവൻസുകളൊക്കെ സംഭവിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ ഈവൻറ്റുകളെ കുറിച്ചിട്ട് നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് സൊസൈറ്റിയിൽ എന്തുമാത്രം സിഗ്നിഫിക്കൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടും നമ്മൾ സ്റ്റഡി നടത്താനായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് കേസ് സ്റ്റഡി മെത്തേഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്തൊരു ഇൻഡിവിജ്വൽ ഓർ ഫാമിലി ഓർ എനി അതർ സോഷ്യൽ യൂണിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്. പിന്നെ ഈ നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന യൂണിറ്റിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻറ്റൻസീവ്ലിയും അതുപോലെ തന്നെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസുകൾ നമ്മൾ സ്റ്റഡി നടത്തുന്നുണ്ടായിരിക്കും. പിന്നെ ഈ ഒരു മെത്തേഡിൽ നമ്മൾ സ്റ്റഡി നടത്തുമ്പോൾ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം എന്നുള്ളതാണ്. ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ ചിലപ്പോൾ ഇത് കഴിഞ്ഞു കൊള്ളണമെന്നില്ല, മനസ്സിലാവുന്നുണ്ട്. അതായത് ഓരോ യൂണിറ്റിൻ്റെയും ആ ഒരു നാച്ചുറൽ ഹിസ്റ്ററീനെ കുറിച്ചിട്ട് നമ്മളത് മനസ്സിലാക്കി വരാനായിട്ട് കുറച്ച് സമയം പിടിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫാക്ടേഴ്സിൻ്റെ അകത്ത് വരുന്ന എല്ലാ കോംപ്ലക്സിറ്റീസുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്റ്റഡി നടത്തുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതുപോലത്തെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന സോഷ്യൽ യൂണിറ്റിനെ കുറിച്ചിട്ട് ഒരു ക്ലിയർ ഇൻസൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു സ്റ്റഡി നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റേറ്റീവ്ലി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അഞ്ചാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് കോഷ്യൽ ഫാക്ടേഴ്സ് തമ്മിലുള്ള ആ ഒരു മ്യൂച്വൽ ഇൻ്റർ റിലേഷൻഷിപ്പ്, അവരുടെ അതായത് ആ ഒരു സോഷ്യൽ യൂണിറ്റിന് കാരണമാവുന്ന പല പല ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. സോ അവരുടെ ആ ഒരു ഇൻ്റർ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അറിയാനായിട്ടുള്ള ആ ഒരു എഫേർട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മൾ കേസ് സ്റ്റഡിയിൽ നടത്തുന്നുണ്ടെന്നുള്ളതാണ് അടുത്ത ഫീച്ചർ. അപ്പം ഇനി അടുത്തൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേസ് സ്റ്റഡീൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഹൈപ്പോത്തിസിസുകൾ നടത്തുന്നുണ്ട്. അതായത് ഹൈപ്പോത്തിസിസുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ നെസസറി ആണെന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ചെയ്തു വച്ചിരിക്കുന്ന ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേസ് സ്റ്റഡി കാരണമാവുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത ഒരു ഫ്രേസസ് ഓഫ് കേസ് സ്റ്റഡി അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. കേസ് സ്റ്റഡിയിൽ വരുന്ന സ്റ്റെപ്സ്, അതിലൊന്നാമത്തേന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം ആണ്. അതായത് റിസർച്ചർ
ഒരു പ്രോബ്ലം സെലക്ട് ചെയ്യണം. അതായത് അയാൾ ഏത് പ്രോബ്ലത്തിനെ കുറിച്ചിട്ടാണോ പഠിക്കാനായിട്ട് പോകുന്നത്, അതുപോലെ തന്നെ അയാൾ എത്ര നമ്പർ ഓഫ് കേസസുകൾ സെലക്ട് ചെയ്യണം, അതുപോലെ സ്കോപ്പ് ഓഫ് അനാലിസിസ് അതിനെക്കുറിച്ചിട്ടൊക്കെ അയാൾ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തേത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കോസസ് ഓഫ് ഇവൻറ്റ്സ് ആണ്. അതായത് കോസ് ഓഫ് ഇവൻറ്റ്സിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം റിസർച്ചർ. ദെൻ മൂന്നാമത്തേതെന്ന് വെച്ചാൽ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഓരോ യൂണിറ്റിനെ കുറിച്ചിട്ടുള്ള മെറ്റീരിയൽസുകൾ അല്ലെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന പല പല ആസ്പെക്ട്സുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്റ്റഡി ഓഫ് ഫാക്ടേഴ്സാണ്. അതായത് ഓരോ ഇവൻറ്റിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള സർട്ടൻ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ പഠിക്കണം, അത് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ളതാണ്. അടുത്തത് അനാലിസിസ് ഓഫ് ഫാക്ടേഴ്സാണ്. അതിൻ്റെ അകത്ത് ഓരോ ഫാക്ടേഴ്സും എന്താണ്, ഓരോ ഇവൻറ്റിനും റെസ്പോൺസിബിൾ ആണെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ അനാലിസിസ് നടത്തണം. അതുപോലെ തന്നെ കൺക്ലൂഷൻസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, മെയ്ഡ് ചെയ്യണം എന്നുള്ളതാണ്. കൺക്ലൂഷൻസുകൾ നമ്മൾ നടത്തണം ഈ ഒരു ഫാക്ടേഴ്സിൻ്റെ ഇഫക്റ്റിനെ കുറിച്ചിട്ട്. ദെൻ ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ദി കൺക്ലൂഷൻസ് ആണ്. നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന കൺക്ലൂഷൻസ്, നമ്മൾ ഈ ഒരു സ്റ്റഡി നടത്തുമ്പോൾ പല പല കൺക്ലൂഷൻസുകൾ നമ്മൾ മെയ്ഡ് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പം നമ്മൾ ഈ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് നടത്തിയിരിക്കുന്ന കൺക്ലൂഷൻസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം സ്റ്റെപ്സ് 6 സ്റ്റെപ്സുകളാണ് ഇതിൽ വരുന്നത്. ഒന്ന് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തേത് കോസ് ഓഫ് ഈവൻസിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ നടത്തിയിട്ടുണ്ടായിരിക്കണം. മൂന്നാമത്തേതെന്ന് പറയുന്നത് മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. നാലാമത്തേത് സ്റ്റഡി ഓഫ് ഫാക്ടേഴ്സാണ്. അഞ്ചാമത്തേത് അനാലിസിസ് ഓഫ് ഫാക്ടേഴ്സാണ്. ദെൻ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ദി കൺക്ലൂഷൻസ്. അപ്പം ഈ 6 സ്റ്റെപ്സിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു കേസ് സ്റ്റഡി നടത്തുമ്പോൾ കടന്നു പോകുന്നത് ഈ 6 സ്റ്റേജസുകളിൽ കൂടിയാണ്. അപ്പോൾ നമ്മളിവിടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മളൊരു 6 ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു വന്നത് അല്ലേ. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു സോഷ്യൽ യൂണിറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇൻറ്റൻസീവ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഇതാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ക്വാളിറ്റേറ്റീവ് ആയിരിക്കും. പിന്നെ കൗഷൽ ഫാക്ടേഴ്സിനെ അപ്പോൾ ഇനി കേസ് സ്റ്റഡി മെത്തേഡ് ആസ് എ റിസർച്ച് സ്ട്രാറ്റജി എന്നുള്ള ടോപ്പിക്കാണ് പറയുന്നത്. അതായത് കേസ് സ്റ്റഡി റിസർച്ച് എന്ന് പറയുന്നത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കണ്ടംപററി റിയൽ ലൈഫ് സിറ്റുവേഷൻസുകളാണ് നമ്മൾ എക്സാമിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എന്തെന്നാണ് ആൻഡ് നമ്മൾ ഫൈൻഡിങ്സുകൾ, ഒരു കേസിൻ്റെ ഫൈൻഡിങ്സുകളും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും നമ്മളൊരു സ്റ്റഡി നടത്തുന്ന സമയത്ത്. അപ്പോൾ കേസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോണ്ടെക്സ്റ്റൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോണ്ടെക്സ്റ്റൽ അനാലിസിസ്, അതായത് ആ സന്ദർഭത്തെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അനാലിസിസ് നടത്തുന്നുണ്ടായിരിക്കും. അതായത് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ഈവൻറ്റ്സ് ഓർ കണ്ടീഷൻസ് ആൻഡ് ദ റിലേഷൻഷിപ്സ്, അതിനെക്കുറിച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ സന്ദർഭത്തിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസുകൾ നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ വരുന്ന ഒരു ആർഗ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മെത്തേഡിൻ്റെ അകത്ത് ചെറിയ നമ്പർ ഓഫ് കേസസുകൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, എടുക്കുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു കേസ് സ്റ്റഡി നടത്തുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫൈൻഡിങ്സുകളുണ്ടല്ലോ, അതെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജനറലൈസേഷൻ ആയിരിക്കില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ വളരെ കുറച്ച് നമ്പർ ഓഫ് കേസസുകൾ മാത്രമാണ് ഒരു സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, എല്ലാ സംഭവത്തിനെയും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കില്ല, അതിൻ്റെ അകത്ത് കവർ ചെയ്യുന്നുണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഒരു റിസർച്ചർ ഒരു റിസർച്ച് നടത്തുന്ന സമയത്ത് എപ്പോഴും അയാൾ റിമെമ്പർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മെത്തേഡിൻ്റെ അല്ലെങ്കിൽ അതായത് കേസ് സ്റ്റഡി മെത്തേഡിൻ്റെ സക്സസ് എന്ന് പറയുന്നത് എന്തെന്നാണ്, നമ്മൾ
ലാർജ്ലി ഓൺ കേസ് സ്റ്റഡി ചൂസൺ ഫോർ അനാലിസിസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഏത് മെത്തേഡാണോ എടുക്കുന്നത്, കേസ് സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് മെത്തേഡാണോ ചൂസൺ ചെയ്യുന്നത് എന്നുള്ളതും കൂടി ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു കേസ് സ്റ്റഡിയുടെ സക്സസ് എന്ന് പറയുന്നത് അതിലാണ്. നമ്മൾ ചൂസൺ ചെയ്യുന്നത്, നമ്മൾ പല മെത്തേഡുകളുണ്ടെന്ന് പറഞ്ഞല്ലോ, അതായത് ഇൻ്റർവ്യൂസിനെ കുറിച്ചുമൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അങ്ങനെ അതുമാത്രമല്ല വേറെയും കുറേ മെത്തേഡുകളുണ്ട്. അപ്പോൾ ഏത് മെത്തേഡാണോ നമ്മൾ കളക്ട് ചെയ്യുന്നത്, അത് ആ കളക്ട് ചെയ്യുന്ന മെത്തേഡും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കേസ് സ്റ്റഡിയുടെ സക്സസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നും കൂടിയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒരു കേസ് സ്റ്റഡി മെത്തേഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസർച്ചർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, അയാൾ സെലക്ട് ചെയ്യുന്ന കേസസിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ അയാൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലാവണ്ട? അതായത് ഒരു തിയറിയുടെ പല പല ഡയമെൻഷൻസുകൾ, അല്ലെന്നുണ്ടെങ്കിൽ ഡൈവേഴ്സിറ്റി ഓഫ് ഡിപ്പെൻഡൻറ്റ് ഫിനോമിനൻ, അതായത് ഒരു ഡിപ്പെൻഡൻറ്റ് ഫിനോമിനൻ്റെ പലതരത്തിലുള്ള ഡൈവേഴ്സിറ്റീസുകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഡയമെൻഷൻസിനെയും അല്ലെന്നുണ്ടെങ്കിൽ ഡൈവേഴ്സിറ്റി ഓഫ് ഡിപ്പെൻഡൻറ്റ് ഫിനോമിനൻ എല്ലാത്തിനെയും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഒരു റിസർച്ചർ അതിനെക്കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ടുള്ള വ്യക്തമായിട്ട് ആ റിസർച്ചർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു കേസ് സ്റ്റഡി മെത്തേഡിൻ്റെ അകത്ത് പലതരത്തിലുള്ള ടെക്നിക്സുകളും ഐഡിയാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് കേസ് സ്റ്റഡി ഡിസൈൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് സ്നാപ്ഷോട്ട് കേസ് സ്റ്റഡീസാണ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽഡ് ആൻഡ് ഒബ്ജക്റ്റീവ് സ്റ്റഡി ഓഫ് വൺ റിസർച്ച് എൻറ്റിറ്റി അറ്റ് വൺ പോയിൻ്റ് ഇൻ ടൈം എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു റിസർച്ച് എൻറ്റിറ്റീനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്നാപ്ഷോട്ട് കേസ് സ്റ്റഡീസിൽ നമ്മൾ പഠിക്കുന്നത്. ദെൻ രണ്ടാമത്തത് ലോഗ്നിറ്റ്യൂഡനൽ കേസ് സ്റ്റഡീസുകളാണ്. ലോഗ്നിറ്റ്യൂഡനൽ കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് അക്രോസ് എ ലെങ്ത് ഓഫ് ടൈമിൻ്റെ ബേസിസിലാണ്. അപ്പോൾ അത് ക്വാണ്ടിറ്റേറ്റീവും ഉണ്ടാവും, അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയും വരും. സോ ഇതിൻ്റെ അകത്ത് ഒരു റിസർച്ച് എൻറ്റിറ്റീനെ തന്നെ മൾട്ടിപ്പിൾ ടൈം പോയിൻറ്റിലാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്. ദെൻ പോസ്റ്റ് കേസ് സ്റ്റഡീസുകളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പേര് പറയണ പോലെ തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് കേസ് സ്റ്റഡീസിൽ നമ്മൾ 2 പോയിൻ്റ് ഓഫ് ടൈമായിട്ടാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്. അതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ ഇവൻറ്റ് ഹാപ്പനിങ് ചെയ്യുന്നതിന് മുന്നേയും, രണ്ടാമത്തേത് ആ ഒരു ക്രിട്ടിക്കൽ ഇവൻറ്റ് ഹാപ്പനിങ് ചെയ്തതിന് ശേഷവും. മനസ്സിലാവുണ്ടോ? അങ്ങനെയാണ് 2 തരത്തിലാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ അടുത്തത് പാച്ച് വർക്ക് കേസ് സ്റ്റഡീസുകളാണ് നാലാമത്തേത്. അപ്പോൾ പാച്ച് വർക്ക് കേസ് സ്റ്റഡീസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് കേസ് സ്റ്റഡീസസ് ഓഫ് ദി സെയിം റിസർച്ച് എൻറ്റിറ്റി ആർ ചൂസൺ യൂസിങ് എനി ഓഫ് ദി എബവ് ടെക്നിക്സ്. അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് പലതരത്തിലുള്ള ടെക്നിക്സുകളെ കുറിച്ച് അല്ലെങ്കിൽ ഡിസൈൻസിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞല്ലോ. അതിലേതെങ്കിലും ഒരു ഡിസൈൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സെയിം റിസർച്ച് എൻറ്റിറ്റീനെ കുറിച്ചിട്ട് നമ്മൾ കേസ് സ്റ്റഡി നടത്തുകയാണ് ചെയ്യുന്നത്. അതായത് സ്നാപ്ഷോട്ടായിരിക്കാം, അല്ലെങ്കിൽ ലോഗ്നിറ്റ്യൂഡനൽ കേസ് സ്റ്റഡീസുകളായിരിക്കാം, അല്ലെങ്കിൽ പ്രീ ഓർ പോസ്റ്റ് കേസ് സ്റ്റഡീസുകളായിരിക്കാം. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സെയിം റിസർച്ച് എൻറ്റിറ്റീനെ കുറിച്ചിട്ട് നമ്മൾ കേസ് സ്റ്റഡീസുകൾ നടത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 4 തരത്തിലുള്ള കേസ് സ്റ്റഡി ഡിസൈനിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേതെന്ന് പറയുന്നത് സ്നാപ്ഷോട്ട് കേസ് സ്റ്റഡീസ് ആയിരുന്നു. സ്നാപ്ഷോട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മെയിൻ ശ്രദ്ധിക്കണം, അത് 1 പോയിൻ്റ് ഓഫ് ടൈമിൽ 1 റിസർച്ച് എൻറ്റിറ്റീനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒബ്ജക്റ്റീവായിട്ട് സ്റ്റഡി നടത്തുക എന്നുള്ളതാണ്. ലോഗ്നിറ്റ്യൂഡനൽ കേസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു റിസർച്ച് എൻറ്റിറ്റിയാണ്, പക്ഷെ മൾട്ടിപ്പിൾ ടൈം പോയിൻ്റ് ഉണ്ടാവും. മറ്റേത് 2 പോയിൻ്റായിട്ട് സ്റ്റഡി നടത്തും.
ഓക്കെ, അപ്പോൾ ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് കേസ് സ്റ്റഡീസുകളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള മൾട്ടിപ്പിൾ കേസ് സ്റ്റഡീസുകൾ ഉണ്ടായിരിക്കും ഓഫ് മൾട്ടിപ്പിൾ എൻറ്റിറ്റീസ്. അതിനെക്കുറിച്ചിട്ട് നമ്മൾ കമ്പാരിസൺ നടത്തുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൽ പറയുന്നത്. അതായത് ഒരു ക്രോസ് യൂണിറ്റ് കമ്പാരിസൺ ആണ് ഈ ഒരു ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പോർഷൻ എന്ന് പറയുന്നത് കേസ് സ്റ്റഡി പ്രോട്ടോക്കോളാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ആൻഡ് ഡിഫൈൻ റിസർച്ച് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. അതായത് റിസർച്ചർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അയാൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റിസർച്ച് ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടായിരിക്കുള്ളൂ കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്, അയാൾ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ റിസർച്ച് പ്രോബ്ലത്തിന് സറൗണ്ട് ചെയ്തിരിക്കുന്ന റിസർച്ച് ആ ഒബ്ജക്റ്റിന് ചുറ്റും സറൗണ്ട് ചെയ്തിരിക്കുന്ന പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റിസർച്ച് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, ഒരു പ്രോഗ്രാം ആയിരിക്കാം, ഒരു ഇവൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിയും ആയിരിക്കാം. അടുത്തത് കേസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റിസർച്ചർ നമ്പർ ഓഫ് കേസസ് എന്തുമാത്രം ചൂസ് ചെയ്യണം എന്നുള്ളത് അയാൾ ഡിസൈഡ് ചെയ്യണം. ഇപ്പോൾ നമ്പർ ഓഫ് കേസസ് എന്ന് പറയുന്നത് ഇപ്പോൾ സിംഗിൾ കേസ് ആവാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കേസ് ആവാം. അതുപോലെ ഏത് ടൈപ്പ് ഓഫ് കേസസുകൾ ചൂസ് ചെയ്യണം, അതായത് യുണീക്ക് ആയിരിക്കണോ, ടിപ്പിക്കലായിരിക്കണോ, അങ്ങനെയുള്ളതാണ്. അതുപോലെ തന്നെ കളക്ട് ചെയ്യേണ്ട അപ്രോച്ച്, സ്റ്റോർ ചെയ്യേണ്ടത്, അനലൈസ് ചെയ്യേണ്ടത്, ഡാറ്റാസുകൾ സ്റ്റോർ ചെയ്യാനും അനലൈസ് ചെയ്യാനും കളക്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള അപ്രോച്ച് എങ്ങനെയായിരിക്കണം, അതൊക്കെയാണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റിസർച്ചർ എന്ത് ചെയ്യണം, ആ ഒബ്ജക്റ്റീവായിട്ട് ഗ്യാദർ ചെയ്തിരിക്കുന്ന ഡാറ്റാസുകൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് പല പല മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഈവൻസുകളിൽ നിന്നുള്ള റെഫറൻസിൻ്റെ ബേസിസിലായിരിക്കണം നമ്മൾ ഡാറ്റാസുകൾ കളക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ അകത്ത് പല പല സോഴ്സസ് ഓഫ് എവിഡൻസുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മൾ സ്റ്റഡി നടത്തുന്ന ഒബ്ജക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ നോക്കണം. അതിൻ്റെ ബേസിസിലൊക്കെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഡാറ്റാസുകൾ കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു എവിഡൻസുകൾ സ്റ്റോർ ചെയ്യുന്നത് കോംപ്രഹെൻസീവ്ലി അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക്കലി ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, കോംപ്രഹെൻസീവ്ലിയും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക്കലിയും ഒക്കെ ആയിരിക്കണം. കാരണം എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആവശ്യമുള്ള സമയത്ത് റെഫറൻസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് സോർട്ടും ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി നാലാമത്തെ പോയിൻ്റ് എന്താണെന്ന് നോക്കാം. ഇവാലുവേറ്റ് ആൻഡ് അനലൈസ് ദ ഡാറ്റയാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റിസർച്ചർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, പല പല വേരിയഡ് മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ക്വാളിറ്റേറ്റീവ് ആസ് വെൽ ആസ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസുകൾ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മൾ ഡാറ്റാസുകൾ എന്ത് ചെയ്യണം, കാറ്റഗറൈസ് ചെയ്യണം, ടാബുലേറ്റ് ചെയ്യണം, അതുപോലെ ക്രോസ് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഫോർ ദ ഇനീഷ്യൽ പ്രൊപ്പോസിഷൻസ് ഓർ ദി പർപ്പസസ് ഓഫ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അതാണ് ഇവാലുവേറ്റ് ആൻഡ് അനലൈസ് ദ ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോ കേസ് സ്റ്റഡീസുകളും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ വാലിഡിറ്റി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ അകത്ത് ഇൻറ്റേർണൽ വാലിഡിറ്റിയും വരുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേർണൽ വാലിഡിറ്റിയും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റഡിയിൽ എന്തെങ്കിലും ലിമിറ്റേഷൻസുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ പ്രസൻറ്റേഷൻ ഓഫ് റിസൾട്ട്സ് ആണ് അടുത്തത്. അപ്പോൾ നമ്മൾ റിസൾട്ടുകൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അത് റീഡ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള എവിഡൻസിൻ്റെ ബേസിസിൽ നമ്മുടെ ഫൈൻഡിങ്സുകൾ എന്ത് ചെയ്യാൻ പറ്റണം, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു റിസർച്ച് നടത്തുമ്പോൾ നമുക്ക് അതിൽ നിന്നും എന്തെങ്കിലും പുതിയതായിട്ടുള്ള ഇൻസൈറ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള പ്രപ്പോസിഷൻസ്, അതായത് ഇപ്പോൾ എന്തെങ്കിലും കണ്ടുപിടിച്ചതിൽ നിന്നും വിപരീതമായിട്ടാണ് നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ കാര്യവും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മുടെ റിപ്പോർട്ടിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലാവണ്ട? പിന്നെ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം,
അതായത് നമ്മൾ എല്ലാ ഒരു പ്രോബ്ലത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ ആസ്പെക്ട്സുകളും അഡീക്വേറ്റ്ലി എക്സ്പ്ലോർ ചെയ്തു എന്നുള്ളതിനുള്ള ഒരു സിഗ്നിഫിക്കൻസും കൂടി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു എവിഡൻസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ എന്താണ് ഇവാലുവേറ്റ് ആൻഡ് അനലൈസ് ദ ഡാറ്റ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ അകത്തെന്ന് വെച്ചാൽ നമുക്ക് പലതരത്തിലുള്ള ഗ്രാഫിക് ടെക്നിക്സുകൾ നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻസുകൾ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് ചിലപ്പോൾ അറേ രൂപത്തിൽ നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻസുകൾ പ്രസൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെട്രിക്സിൻ്റെ രൂപത്തിൽ ഇതാക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്ലോ ചാർട്ടൊക്കെ ഇല്ലേ, ഫ്ലോ ചാർട്ടുകൾ യൂസ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇൻഫർമേഷൻസിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം എന്താണ് അതിപ്പോൾ നമ്മൾ എങ്ങനത്തെ ഡാറ്റാസുകളാണോ നമ്മൾ സെലക്ട്